ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറോൺസ് ഫോർമുലയെക്കുറിച്ചും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഒരു സൈഡ് എ, അടുത്ത സൈഡ് ബി, അടുത്ത സൈഡ് സി, ഇങ്ങനെ 3 സൈഡും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ പറയുന്നതാണ് സ്കെയിലൈൻ ട്രയാങ്കിൾ. ഇതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ 3 സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. 3 സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെരിമീറ്റർ, അതായത് എ പ്ലസ് ബി പ്ലസ് സി. ഇനി ഇതിന്റെ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതി ആണ്. 3 സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതിന്റെ പകുതി. ഇനി നമുക്ക് ഹീറോൺസ് ഫോർമുല വെച്ചിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇക്വേഷനിൽ എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്ററും അതേപോലെ എ ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ 3 സൈഡുകളുമാണ്. ഇനി നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ 13, 14, 15 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ ഹീറോൺസ് ഫോർമുല വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. 3 സൈഡും കൂടി ആഡ് ചെയ്യുക. നമുക്ക് 13 പ്ലസ് 14 പ്ലസ് 15. അപ്പോൾ ആൻസർ 42 സെന്റിമീറ്ററിന് വരും. ഇനി എസ് സെമി പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ്. 42ന്റെ പകുതി, അപ്പോൾ ആൻസർ 21 സെന്റിമീറ്റർ ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിൽ എസിന്റെ വാല്യൂ 21 സെന്റിമീറ്റർ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. എ ഈക്വൽ ടു root of 21 into 21 minus എയുടെ വാല്യൂ 13 സെന്റിമീറ്റർ into 21 minus 14 into 21 minus 15. ഇപ്പോൾ 21 into 8 into 7 into 6 എന്ന് വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ ഒരു സംഖ്യ 2 വട്ടം വരികയാണെങ്കിൽ നമുക്ക് അതിനെ പുറത്തോട്ടെടുത്ത് എഴുതാം. അതായത് റൂട്ട് 2 ഇൻറ്റു 2 എന്ന് വരികയാണെങ്കിൽ നമുക്ക് അതിനെ റൂട്ട് കളഞ്ഞിട്ട് 2 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് 21നെ നമുക്ക് 7 ഇൻറ്റു 3 എന്ന് എഴുതാം. കാരണം നമ്മൾ ഇവിടെ ഒരു 7 ഉണ്ട്. അപ്പം നമുക്ക് 2 വട്ടം 7 വരുമ്പോൾ പുറത്തോട്ടെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി 8ന് നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 7നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 7 2 വട്ടം വന്നിട്ടുണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ പുറത്തോട്ടെടുത്ത് എഴുതി. 7. ഇനി 3 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തോട്ടെടുത്ത് എഴുതി. 2 2 വട്ടം വരുമ്പോൾ പുറത്തോട്ടെടുത്ത് എഴുതി. വീണ്ടും 2 2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും പുറത്തോട്ടെടുത്ത് എഴുതി. നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സംഖ്യകളും പുറത്തോട്ടെടുത്ത് എഴുതി. ഇപ്പം ആൻസർ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് ഏരിയ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഒരു സൈഡ് 8 സെന്റിമീറ്റർ, അടുത്ത സൈഡ് 11 സെന്റിമീറ്റർ, പെരിമീറ്റർ 32 സെന്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ നമുക്കറിയാം. 3 സൈഡും കൂടി ആഡ് ചെയ്യുക. എയുടെ വാല്യൂ 8 സെന്റിമീറ്റർ, ബിയുടെ വാല്യൂ 11 സെന്റിമീറ്റർ, സി നമുക്കറിയില്ല. പെരിമീറ്ററിന്റെ വാല്യൂ നമുക്കറിയാം 32 സെന്റിമീറ്റർ ആണ്. 8 പ്ലസ് 11 19 പ്ലസ് സി ഈക്വൽ ടു 32. ഇതിൽ നിന്ന് നമുക്ക് സി ഈക്വൽ ടു 32 മൈനസ് 19 ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് വരും. ഇനി സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാം. സെമി പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ തന്നിട്ടുണ്ട് 32 സെന്റിമീറ്റർ. എസ് ഈക്വൽ ടു പി ബൈ 2. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 32 സെന്റിമീറ്റർ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. 32 ഡിവൈഡഡ് ബൈ 2. ആൻസർ 16 വന്നു. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ അതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. എ ഈക്വൽ ടു എസിൻ്റെ വാല്യൂ 16 നമ്മൾ കണ്ടുപിടിച്ചു. 16 ഇൻറ്റു എയുടെ വാല്യൂ 8. 16 മൈനസ് 8
ഇൻറ്റു ബിയുടെ വാല്യൂ 11, 16 മൈനസ് 11 ഇൻറ്റു സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ, 16 മൈനസ് 13. ഇനി നമുക്ക് മൈനസ് ചെയ്തിട്ട് എഴുതാം. ഉള്ളിലുള്ളത് ഇപ്പോൾ 16 ഇൻറ്റു 8 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് വരും. ഇനി നമുക്ക് ഈ 16 നമുക്ക് 8 ഇൻറ്റു 2 എന്ന് എഴുതാം. കാരണം ഓൾറെഡി ഇതിലൊരു 8 ഉണ്ട്. അപ്പോൾ ഒരു സംഖ്യ 2 വട്ടം വരുമ്പോൾ നമുക്കതിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ 8 ഇൻറ്റു 2 എന്ന് എഴുതാം 16ന്, 8ന് അങ്ങനെ തന്നെ എഴുതി, 5 ഇൻറ്റു 3 എന്ന് എഴുതി. അപ്പോൾ 8 ഇതിൽ 2 വട്ടം വരുന്നുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി റൂട്ട് 2 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ ആൻസർ 8 റൂട്ട് 30. 8 റൂട്ട് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. പെരിമീറ്റർ 450 മീറ്ററും റേഷ്യോ ഓഫ് സൈഡുകളുടെ റേഷ്യോ 13:12:5 ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേരുള്ള ഒരു കുട്ടികൾ, എ ബി എന്ന് പേരുള്ള രണ്ട് കുട്ടികൾ, അവർക്ക് നമ്മൾ 3:5 മിഠായികൾ കൊടുക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ 3 മിഠായി കൊടുക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന കുട്ടിക്ക് 5 മിഠായി. ഇനി എ എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ 6 മിഠായിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന കുട്ടിക്ക് 10 മിഠായി ആയിരിക്കും. എക്ക് നമ്മൾ 9 മിഠായി കൊടുക്കുകയാണെങ്കിൽ ബിക്ക് 15 മിഠായി ആയിരിക്കും. അതായത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, രണ്ടാമത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ വട്ടം നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ എക്കും ബിക്കും കൂടിയിട്ട് നമ്മൾ 80 മിഠായി കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കുട്ടിക്കും ബി എന്ന് പറയുന്ന കുട്ടിക്കും എത്ര മിഠായി കിട്ടി? അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ റേഷ്യോയുടെ കൂടെ എക്സ് ചേർത്തിട്ട് ആഡ് ചെയ്യുക. അതായത് 3x പ്ലസ് 5x. അപ്പോൾ എ എന്ന് പറയുന്ന കുട്ടിക്ക് 3x മിഠായും ബി എന്ന് പറയുന്ന കുട്ടിക്ക് 5x മിഠായിയാണ്. അപ്പോൾ നമ്മൾ 3x പ്ലസ് 5x 8x എന്ന് എഴുതി, ഈക്വൽ ടു 80. ഇനി എക്സിൻ്റെ വാല്യൂ 80 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 കിട്ടി. ഇനി ഇതിൽ ഈ 3xൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 10 വരും. അപ്പോൾ എക്ക് 30 മിഠായി. ഇനി 5 ഇൻറ്റു എക്സ് എന്ന് വരുമ്പോൾ 5 ഇൻറ്റു 10. അപ്പോൾ ബിക്ക് 50 മിഠായി. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ വെച്ചിട്ടുള്ള അത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ട്രയാങ്കിളിലെ എ എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് 13x എന്ന് എഴുതാം, ബി എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് 12x എന്ന് എഴുതാം, സി എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് 5x എന്ന് എഴുതാം. ആ റേഷ്യോൻ്റെ കൂടെ എക്സ് ചേർത്ത് എഴുതി. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ ഉള്ളത് നമുക്കെടുത്ത് എഴുതാം. 13x പ്ലസ് 12x പ്ലസ് 5x. അപ്പോൾ ആൻസർ 30x എന്ന് വരും. പെരിമീറ്ററിൻ്റെ വാല്യൂ നമുക്കറിയാം. 30x ഈക്വൽ ടു പെരിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 450 മീറ്റർ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 450. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ 30 ആവും. 0 കട്ട് ചെയ്ത് കളഞ്ഞു. 345ൽ 15 പ്രാവശ്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. ഇനി നമുക്കിത് ഓരോന്നിനും ഇട്ട് കൊടുക്കാം, ഓരോന്നിൻ്റെ വാല്യൂസ്. അപ്പോൾ എ എന്ന് പറയുന്നത് 13x ആണ്. അപ്പോൾ 13 ഇൻറ്റു 15 ഈക്വൽ ടു 195. ബിയുടെ വാല്യൂ 12x, 12 ഇൻറ്റു 15 180. ഇനി സിയുടെ വാല്യൂ 5x, അതായത് 5 ഇൻറ്റു 15. ആൻസർ 75. ഇനി സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 450 ആണ്. അപ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 450 ഡിവൈഡഡ് ബൈ 2 225 ആണ്. ഇപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്.
എ ബി സി അതേപോലെ എസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(s) ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് 225 225 മൈനസ് 195 ഇൻറ്റു 225 മൈനസ് 180 ഇൻറ്റു 225 മൈനസ് 75. നമുക്ക് മൈനസ് ചെയ്തിട്ട് എഴുതാം. 225 മൈനസ് 195 30, പിന്നെ 225 മൈനസ് 180 45, 225 മൈനസ് 75 എന്ന് പറയുന്നത് 150. ഇനി ഇതിനൊക്കെ നമുക്ക് ഫാക്ടർ ആക്കിയിട്ട് എഴുതാം, ചെറുതാക്കി എഴുതാം. ഇതിൽ 45 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 225നെ നമുക്ക് 45 ഇൻറ്റു 5 എന്നാക്കി എഴുതാം. അപ്പോൾ 45 ഇൻറ്റു 5. ഇനി 30നെ നമുക്ക് 30 തന്നെ എഴുതാം. കാരണം ഇവിടെ 150നെ നമുക്ക് 30 ഇൻറ്റു 5 എന്ന് എഴുതാം. 45 അങ്ങനെ എഴുതി. 150നെ നമുക്ക് 30 ഇൻറ്റു 5 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ 45 2 വട്ടമുണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. ഇനി 5ഉം 2 വട്ടമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 30ഉം 2 വട്ടമുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 6750 എന്ന് വരും. 6750 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ഇനി ഇപ്പോൾ ചെയ്ത എക്സാമ്പിളിൻ്റെ തന്നെ നമുക്ക് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന് 3 ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അടുത്തെന്ന് വരയ്ക്കണം ഇത് അടുത്ത ഓൾട്ടിറ്റ്യൂഡ്. ഇനി അടുത്ത വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്നത് അടുത്ത ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എച്ചും ബേസ് ബിയും ആണെങ്കിൽ ഈ ബേസും ഓൾട്ടിറ്റ്യൂഡ് അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ½ നമുക്കറിയാവുന്ന ഇക്വേഷനാണിത്. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഷോർട്ടസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഏറ്റവും വലിയ സൈഡ് ഈ എ എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ അവിടുന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡാണ് ഷോർട്ടസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എച്ച് ഷോർട്ട്. അപ്പോൾ നമുക്ക് ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം 6750 ആണെന്ന്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓൾട്ടിറ്റ്യൂഡ് അറിയുകയാണെങ്കിൽ ½ ആണ്. ½ ഈക്വൽ ടു 6750 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ബേസ് എന്ന് പറയുന്നത് ഈ 195 ആണ് ബേസ്. ½ ബി എന്ന് പറയുന്നത് 195 ഇൻറ്റു എച്ച് ഷോർട്ടസ്റ്റ് ആയ കാരണം എച്ച് ഷോർട്ട് എന്ന് എഴുതി ഈക്വൽ ടു 6750. ഇനി എച്ച് ഷോർട്ട് ഈക്വൽ ടു 6750. 2 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 195. അപ്പോൾ ആൻസർ 69.2 മീറ്റർ. ഇതാണ് ഷോർട്ടസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ലോങ്ങസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ലോങ്ങസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെ ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറയുന്നത് സി ആണ്, 75 മീറ്റർ. അവിടെ നിന്ന് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഇതാണ് എച്ച് ലോങ്ങസ്റ്റ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ½ ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു 6750. ഇവിടെ ബി എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഇതാണ് 75 മീറ്റർ.
ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് h ലോങ് ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 75 ഇൻറ്റു h long ഈക്വൽ ടു 6750. അപ്പോൾ h long ഈക്വൽ ടു 6750 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ ആൻസർ 180 മീറ്റർ. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡുകളും തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഈ B എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് 2 ട്രയാങ്കിളുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ ABC, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ കാരണം കൊണ്ട് ഹാഫ് BH എന്ന് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഹാഫ് ബേസ് നമുക്ക് 9 ആയിട്ട് എടുക്കാം, h നമുക്ക് 40 ആയിട്ട് എടുക്കാം. അപ്പോൾ ആൻസർ 180 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിൻ്റെ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. അതിൽ നമുക്ക് ADയുടെ വാല്യൂ അറിയാം, അതേപോലെ DC നമുക്കറിയാം, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പക്ഷെ നമുക്ക് AC അറിയില്ല, ഈ സൈഡ് അറിയില്ല. ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ABC എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കത് പൈതഗോറസ് തിയറി വെച്ച് കണ്ടുപിടിക്കാം. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതായത് AB എന്ന് പറയുന്നത് 9 ആണ്, 9 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. അപ്പോൾ 81 പ്ലസ് 1600. അപ്പോൾ AC ഈക്വൽ ടു റൂട്ട് ഓഫ് 1681 വരും. അപ്പോൾ നമുക്കറിയാം 40യുടെ സ്ക്വയറാണ് 1600. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ വാല്യൂവിൻ്റെ സ്ക്വയർ ഇട്ട് നോക്കാം. അപ്പോൾ 41ൻ്റെ നമുക്ക് നോക്കി നോക്കാം. 41 ഇൻറ്റു 41 ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ 1681 വരും. അപ്പോൾ നമുക്ക് 41 ആണെന്ന് കിട്ടും. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ നമുക്കറിയാം. ADC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 3 സൈഡും അറിയാം. അപ്പോൾ ഹിയറോൺസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇതിൽ A എന്ന് പറയുന്നത് 15 ആയിട്ട് എടുത്തു, B 28, C 41. ഇനി S എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ, അതിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 42 റൂട്ട് ഓഫ് 42 ഇൻറ്റു 42 മൈനസ് 15 ഇൻറ്റു 42 മൈനസ് 28 ഇൻറ്റു 42 മൈനസ് 41. അപ്പോൾ റൂട്ട് ഓഫ് 42 ഇൻറ്റു 27 ഇൻറ്റു 14 ഇൻറ്റു 1 കിട്ടും. ഇനി ഈ 42നെ നമുക്ക് ഇവിടെ ഒരു 14 ഉണ്ട്. അപ്പോൾ ഈ 42നെ നമുക്ക് 14 ഇൻറ്റു 3 എന്നാക്കിയിട്ട് എഴുതാം. 14 ഇൻറ്റു 3. 27നെ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 14 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു 1 എഴുതാം. ഇനി ഇതിൽ 2 14 ഉണ്ട്. അപ്പോൾ നമുക്കൊരു 14നെ പുറത്തേക്ക് എടുക്കാം. ഇനി 2 3 ഉണ്ട്, ഒരു 3നെ പുറത്തേക്ക് എടുത്തു. വീണ്ടും 2 3 ഉണ്ട്, അപ്പോൾ 3. ഇനി 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്, നമുക്ക് അവിടെ എഴുതാം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 126 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ആൻസർ വരും. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ 2 ട്രയാങ്കിളായി ഡിവൈഡ് ചെയ്തിട്ട് രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ABC 180 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്നും ഏരിയ ഓഫ് ADC 126 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD നമുക്കറിയാം, 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ ആഡ് ചെയ്തത്.
അപ്പോൾ 180 + 126, അപ്പോൾ ആൻസർ 306 cm². ഇതാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ. അപ്പോൾ ഹിയറോൺസ് ഫോർമുലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.